അപ്പോൾ പിന്നെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പേജിലോട്ട് തന്നെ വരികയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ നമ്മുടെ പേജ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജാണ്, അതായത് പ്രൊഫൈലാണ് എടുക്കാൻ പോകുന്നത്. പേജ് അല്ലാണ്ട് പ്രൊഫൈലാണ് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അതേ ഫേസ്ബുക്ക് പറയുന്നത് ഈ പ്രൊഫൈൽ എടുത്തു. ഈ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് കണ്ടു 12 ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ബാനറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ജനറിക് ആയിട്ട് ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഉണ്ടാവുക. ഇതിനെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം? ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ കണ്ടന്റുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഫേസ്ബുക്കിൻ്റെ പേജ് നമ്മുടെ സ്വന്തം പ്രൊഫൈല് ഒപ്റ്റിമൈസ് ആയിട്ട് വരുന്നത്. രണ്ടിനും ഒരേ സ്റ്റെപ്പ് തന്നെയാണ്, ഒരേ പ്രോസസ് തന്നെയാണ്. ഞാൻ ആദ്യം പ്രൊഫൈൽ കാണിച്ചിട്ട് പിന്നെ പേജ് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ആദ്യം അബൌട്ട് എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു. അബൌട്ട് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇതെല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നും നോക്കുക. അപ്പോൾ മേലെയുള്ള പോസ്റ്റ്, അബൌട്ട്, ഫ്രണ്ട്സ്, ഫോട്ടോസ്, റീൽസ്, ചെക്കിൻസ്, മോ, ഇതിൽ പോസ്റ്റും അബൌട്ടും ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. ബാക്കിയൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാറില്ല. ഇനി ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനും തപ്പാനുള്ള വഴികളാണ് ഈ പറഞ്ഞ മേലെ കാണുന്ന സജഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് തരുന്ന സജഷൻസ് ആണ് ഈ കാണുന്നില്ല. അപ്പോൾ നമ്മൾ പോസ്റ്റ് കയറിയിട്ട് ആദ്യം ഇൻട്രോ അടിച്ചു. അപ്പോൾ ഞാനിവിടെ ഇൻട്രോ എന്ന് പറയുന്നതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇൻട്രോ, ഫേസ്ബുക്ക് ഇൻട്രോ എന്ന് പറയുന്നത് ആണ് എന്ത്? ബയോ. ഈ ബയോ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റുന്നത് 100 ക്യാരക്ടേഴ്സിലാണ്. ഈ 100 ക്യാരക്ടേഴ്സിലാണ് ഒരു ബയോ ഉണ്ടാകുന്നത്. 100 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ 3 ക്യാരക്ടറായി. ഓക്കെ, കണ്ടോ അവിടെ എഴുതിയിട്ടുണ്ടോ? 101 ക്യാരക്ടേഴ്സ് റിമൈനിങ് കണ്ടെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബയോ എഴുതാം. എന്താണ് എഴുതാൻ പോണേ? അപ്പോൾ ദിസ് പേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് സെന്റർ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ശരിയാണോ? തെറ്റാണ്. കാരണം ഇങ്ങനെയല്ല ഒരിക്കലും ഒരു ബയോ എഴുതേണ്ടത്. ബയോ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പേഴ്സൺ എഫക്റ്റീവായിട്ട് ഒരു കോട്ട് പോലെയോ അങ്ങനെ എന്തെങ്കിലും വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ കേസുകളിൽ സാധാരണ ഇങ്ങനെയാണ് അയക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് സിമ്പിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുക്കാം. ബിൽഡിംഗ് ഡ്രീംസ് വിത്ത് ഡെഡിക്കേഷൻ, ലേണിംഗ്, ഗ്രോയിങ് ആൻഡ് ഇൻസ്പയറിംഗ് എവരിഡേ, പോസിറ്റീവ് മൈൻഡഡ്, ഫോക്കസ്ഡ് ഗോൾ. കണ്ടോ? പക്ഷെ ഇതിൽ 6 ക്യാരക്ടേഴ്സ് കൂടുതലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അവിടെ 6 ക്യാരക്ടേഴ്സ് കുറച്ചാലാണ് ഇത് വർക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ലേണിംഗ്, ഗ്രോയിങ് ആൻഡ് ഇൻസ്പയറിംഗ് എവരിഡേ, പോസിറ്റീവ് മൈൻഡ്, ഫോക്കസ്ഡ് വർക്ക് എന്നുള്ളത് നമുക്ക് കളഞ്ഞു നോക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ സേവ് വന്നത്. പിന്നെ 25 ക്യാരക്ടേഴ്സ് ജാസ്തി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, എന്നാലും കുഴപ്പമില്ല, സേവ് കൊടുത്തു. ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് കാണണം, പേഴ്സണലായിട്ട് കാണണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കണ്ടോ. അത് പ്രൊണൗൺസിയേഷൻ ആണ്. പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? മെയിലാണ്, ഫീമെയിൽ ആണ്, ഹിം, ഹി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊണൗൺസിയേഷൻ കണ്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിവിടെ കയറി കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇരുമ്പുണ്ടാവില്ല, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ജിമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, എന്തെങ്കിലും എക്സ്ട്രാ സോഷ്യൽ മീഡിയ ലിങ്കുകളുണ്ടെങ്കിൽ നമുക്കതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ മെയിലാണോ ഫീമെയിലാണോ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കും അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ വർക്ക് എവിടെയാണ് ചെയ്തിട്ടാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലാണ് എടുക്കേണ്ടതാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ കോളേജ് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മളതിനെ കൊടുത്തിട്ടുള്ളത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, നമ്മുടെ വേൾഡിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓൾമോസ്റ്റ് ഉണ്ടായിരിക്കും. അതിലേത് യൂണിവേഴ്സിറ്റിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് മാക്സിമം ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുമ്പ് ഞാൻ BCom ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് BCom എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. കണ്ടോ, BCom ബാച്ചലർ ഓഫ് കോമേഴ്സ്, ഗ്രാജുവേറ്റ് സ്കൂളാണ് എന്നിട്ട് കൊടുത്ത് സേവ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുക. അതും ഇതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ തുടങ്ങും. കണ്ടോ, ഇങ്ങനെയാണ് ഒരു ആഡ് ചെയ്യുക. അതേപോലെ അത് കഴിഞ്ഞാൽ ഹൈസ്കൂൾ ആഡ് ചെയ്യാം. ഏതൊക്കെ
സ്ഥലത്ത് നമ്മൾ ജീവിച്ചിരുന്നു. നമ്മൾ ചിലപ്പോൾ മൂവി കണ്ടിരിക്കുക, ചിലപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതേപോലെ കോൺടാക്ട്സ് ആൻഡ് ബേസിക് ഇൻഫോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി റിലേഷൻഷിപ്പ്, മാരീഡ് ആണോ മാരീഡ് അല്ലേ, ആരാണ് മാരീഡ് ആയിട്ടുള്ളത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയുണ്ട്, നമ്മളെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ആരൊക്കെയുണ്ട്, അങ്ങനെയുള്ള എല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡീറ്റെയിൽസ് അബൌട്ട് എന്ന് പറയുന്നതിലാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈലില് പ്രൊഫൈൽ സമ്മറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ. ഒരു എന്നിട്ട് പറയാ റെസ്യൂമേല് ഇതേപോലത്തെ സെക്ഷനാണ് ഇത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നിക് നെയിംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ലൈഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ 2001 ലിംസ് പേജ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങി എന്നാണ് ഉള്ളത്. നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ചെയ്യുമ്പോൾ ലൈഫ് ഇവന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുക. ഇത്ര കാര്യങ്ങളാണ് അബൌട്ടിലുള്ളത്. അപ്പൊ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പേജിലും ഉള്ളത്. നമുക്കിനി പേജ് നോക്കി നോക്കാം. പേജ് റിസർച്ചിന്റെ പേജാണ് എടുത്തിട്ടുള്ള ടോപ്പാണ്. കണ്ടോ, ഇവിടെയും അബൌട്ടും പോസ്റ്റ് ആണ് ഉള്ളത്. ഇവിടെയും നമുക്ക് എന്ത് പറയാം, ഒരു എഡ്യൂക്കേഷണൽ കോട്ടാണ് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പം ഞാനിപ്പോ എഡ്യൂക്കേഷൻ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബയോ കോട്ടാണ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രൊഫൈലിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സ് ആണ്, 100 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. പക്ഷേ പേജിനാണെങ്കിലോ പ്രൊഫൈലാണ് കേട്ടോ. ഇനിയിപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് പേജാണ്. പേജില് ബയോ എഴുതണമെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് വേണം? 250 ക്യാരക്ടേഴ്സിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഇപ്പൊ കമ്പയറിംഗ് ടു പേജ്, പ്രൊഫൈല് പേജിലേക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് എന്താ പറയാ ക്യാരക്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതാണ് രണ്ട് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്. 255 ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എക്സാക്ട് ആയിട്ട് പറയാ 55 ക്യാരക്ടേഴ്സ് 55 ക്യാരക്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത്രയും ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്നില്ല. സേവ് കൊടുക്കുക, സേവ് കൊടുത്തു. ഇതൊക്കെ ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ പറ്റും. എപ്പോൾ ഡീറ്റെയിൽസ് ആഡ് കൊടുത്തു നോക്കിയാൽ 3 പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നില്ല. അപ്പൊ ആഡ് അഡ്രസ് എന്ന് പറയുമ്പോൾ ആ അഡ്രസ് നമുക്ക് കൊടുക്കാം. സെക്കൻഡ് ഫ്ലോർ ടവർ തൃശ്ശൂർ ടൗൺ നെയ്ബർഹുഡ് സ്റ്റുഡിയോ എന്ന് കൊടുത്തു. ഞാൻ എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇതിൽ ഓൾമോസ്റ്റ് ആഡായി. കാരണം ഇതിൽ ആഡ് ആവാനുള്ള പ്രോബ്ലം ഇപ്പൊ കാണിക്കുന്ന പറയുന്നത് വെച്ചാൽ ഓക്കെ കേട്ടോ, ആഡായി. ഇനി ഇമെയിൽ ഐ ഡി നമുക്ക് ആഡ് ചെയ്യണം. ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുന്നത് സ്പേസ് പർപ്പസ് gmail.com എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡി നമ്മൾ ആഡ് ചെയ്തു. ഈ ഫോൺ നമ്പറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ സ്പേസിന്റെ ഒഫീഷ്യൽ നമ്പറാണ് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ രാജ്യത്തിനെ സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്പറാണ് നമുക്ക് സെലക്ട് ചെയ്യാറുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്പർ അടിച്ചു 97447479. അതാണ് നമ്മുടെ നമ്പർ, ഒഫീഷ്യൽ നമ്പർ എന്ന് പറയുന്നത്. കലേഴ്സാണ് നമ്മൾ ഇതൊക്കെ. അപ്പോൾ ഞാൻ സേവ് കൊടുത്തു. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തില്ല. ഇനി നമ്മൾ ഏതൊക്കെ ഏരിയകളാണ് സർവീസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ പ്രൊഫൈലിൽ ഉണ്ടാവില്ല. കാരണം എന്താ, അവിടെ സർവീസ് എന്ന് പറയുന്ന സംഭവമില്ലല്ലോ. തൃശ്ശൂർ കേരള എന്ന് പറയുന്ന നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ ദോഹയിൽ നമുക്ക് സർവീസ് ഉണ്ട്, ദോഹ ഖത്തർ കൊണ്ട് കൊടുത്തു. പിന്നെ അവിടെ ഈ വീട് നമുക്ക് സർവീസ് ഉണ്ട്, ദുബായ് എന്ന് പറയുന്നത് കൊടുത്തു. അങ്ങനെ എവിടെയൊക്കെയാണ് സർവീസസ് ഉള്ളത് അവിടെ എല്ലാം കൊടുത്ത് സേവ് കൊടുക്കുക. ഹോം സർവീസ് മാത്രമാണ് കൊടുത്തത്. ഇനി നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് നോക്കാം. dispatchsearch.com വെബ്സൈറ്റിൽ പേര് കൊടുത്തു, ആദ്യം സേവ് ചെയ്തു. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള എത്ര ലിങ്ക്സ് വേണം നമുക്ക് ആഡ് ചെയ്യാം. ഡൈവേഴ്സ് ലിങ്ക് ഫോർ അവേഴ്സ്, പ്രൈസ് റേഞ്ച്, സ്പെസിഫിക് സർവീസസ്, ലാംഗ്വേജസ് നമുക്ക് ആഡ് ചെയ്യാം. ഇംഗ്ലീഷ് ആഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മലയാളം, ഹിന്ദി, നമ്മൾ ഈ 3 ലാംഗ്വേജ് വേണ്ടിയിട്ടും സേവ് കൊടുത്തു. ഇനി എന്താണ് ഫൗണ്ടേഷൻ ഡേറ്റ് എന്നാണ് കൂടി കൊടുക്കാം. നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് June 20 കേട്ടോ.
ജൂൺ 28 ഫൗണ്ടേഷൻ ഡേറ്റ് ആണ്. 1992 അല്ല, 2025 ആണ് റിസർച്ച് ചെയ്തിട്ടുള്ളത്. സോ ഞാനത് സേവ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ സ്പെഷ്യാലിറ്റീസ് സർവീസസ് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാം. പ്രൈവസി ആൻഡ് ലീഗൽ ഇൻഫോ, ഇവിടെ നമുക്ക് നമ്മുടെ പ്രൈവസി ആൻഡ് പോളിസി വെബ്സൈറ്റിൽ കൊടുത്തിട്ട് ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ഒക്കെ വർക്ക് എഡ്യൂക്കേഷൻ ക്രിയേറ്റർ അക്കൗണ്ട് ആണെങ്കിലാണ് അത് കൊടുക്കേണ്ട ആവശ്യം കൊടുത്തിട്ടുള്ളത്. ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ കുറവാണ് ആവശ്യമുള്ളൂ. ഏതൊക്കെ സ്ഥലത്താണ് ജീവിച്ചിട്ടുള്ള ഹോം ടൗൺ എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ ഹോം ടൗൺ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. സോ നിങ്ങൾ തൃശ്ശൂർ തന്നെ കൊടുത്തു, സേവ് ചെയ്തു. പേജ് ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്നുമില്ല. പേജ് ട്രാൻസ്പാരൻസി നമുക്ക് ലീവ് ചെയ്ത് പോകണം, കാരണം അത് കിട്ടുള്ളൂ കേട്ടോ. ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് നമുക്ക് ആരെങ്കിലും അതൊക്കെ ക്രിയേറ്റർ അക്കൗണ്ട്സിന് മാത്രമാണ് വേണ്ടോ. ഡീറ്റെയിൽസ് അബൌട്ട് യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊണ്ട് ബയോ പോലെ കൊടുക്കാൻ പറ്റും. പ്രൊണൗൺസിയേഷൻ കൊടുക്കാം, എന്തെങ്കിലും വേറെ പേര് കൊടുക്കാം, ഫേവറേറ്റ് കോഡ്സ് കൊടുക്കാം, പിന്നെ ലൈഫ് ഇവന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാം. ഇതെല്ലാം ചെയ്യുവാണ് അപ്രോക്സിമേറ്റ്ലി ഒരു പ്രൊഫൈലിനെ നോക്കാച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പേജിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായിരിക്കുന്നു. നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കൂ. ഓരോ ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് കൂടുതൽ സംശയങ്ങളും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത്. ഇത് റോക്കറ്റ് സയൻസ് നല്ല സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്.